കഴിഞ്ഞ ദിവസം ഒ.പിയിൽ വന്ന ഒരു 50 വയസ്സുള്ള ഒരു ഉമ്മ. അപ്പോൾ അവർ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. അവർക്ക് ദേഹമാസകലമാകെ ചുട്ടു പൊള്ളുകയാണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ശരീരം അങ്ങോട്ട് കുടുകുടേ വിയർക്കുക, ആകെ വിയർത്തൊലിച്ച് വസ്ത്രം മുഴുവൻ നനയുന്ന ഒരവസ്ഥ. ഇതൊരു ദിവസം ഒരു പ്രാവശ്യമല്ല, 2ഉം 3ഉം ചിലപ്പോൾ 10 പ്രാവശ്യം വരെ ഇതുപോലെ ഉണ്ടാകുമ്പോൾ അതൊരു സ്ത്രീക്കും അത് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എന്തുകൊണ്ടാണ് ഇത് ഉണ്ടാവുന്നതെന്ന് ചോദിച്ച് ആകെ മനം മടുത്തിട്ടാണ് ഇവർ വരുന്നത്. ഞാൻ ഡോക്ടർ ഫാലിഹ അസ്ലം, സീനിയർ കൺസൾട്ടന്റ്, മെഡിക്കെയർ ഹോമിയോപ്പതി, വാണിയമ്പലം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളിപ്പോൾ മുമ്പ് പറഞ്ഞ ആ ഒരു സിംറ്റം ഉണ്ടല്ലോ, ഇതൊരു 45 മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ള മിക്ക സ്ത്രീകളും അവരുടെ ആർത്തവ വിരാമം അനുഭവിക്കുന്ന ഒരു പ്രധാനമായിട്ട് അനുഭവിക്കുന്ന ഒരു സിംറ്റമാണ്. അതായത് ഇങ്ങനെ ശരീരം ആകെ ചുട്ടുപൊള്ളുക. അത് വെറുതെ ഇരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോഴായിരിക്കും പെട്ടെന്ന് ആകെ ഒരു ചൂട് ഇങ്ങനെ ശരീരത്തിലൂടെ കയറാം. കുറച്ച് കഴിഞ്ഞാൽ ആകെ വിയർക്കുക, ശരീരം മൊത്തം നനയും. ഇതൊരു ദിവസം ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമൊക്കെ ആണെങ്കിലും ഓക്കെ, അവർക്ക് ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തണുത്ത വെള്ളം ഒന്ന് പോയി വെള്ളം ശരീരത്തിലൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് മാറുന്ന ഒരു അവസ്ഥയാണെന്ന് വിചാരിക്കുക. പക്ഷേ ഒരു ദിവസത്തിൽ അത് 10ഉം 15ഉം പ്രാവശ്യമൊക്കെ ഉണ്ടാകുമ്പോൾ അത് തീർച്ചയായിട്ടും അവർക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ഇവരുടെ ശരീരത്തിലെ സ്ത്രീ ഹോർമോണുകളായ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്നീ ഹോർമോണുകൾ സാധാരണ ഒരു സ്ത്രീയുടെ ആർത്തവം ഉണ്ടാവുന്ന സമയങ്ങളിൽ ഉണ്ടാവുന്ന ഹോർമോണുകൾ 45 വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇതിൻ്റെ അളവ് വളരെ ഗണ്യമായിട്ട് കുറയും. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് ഉണ്ടാവുന്ന പ്രക്രിയയിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ഇവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഈ ഒരു സിംറ്റത്തിനുള്ള പ്രധാനമായിട്ടുള്ള കാരണം. അപ്പോൾ അവരുടെ ആ ഒരു കേസിൽ നമ്മൾ ചോദിച്ചപ്പോൾ അവർക്ക് ഏകദേശം ഒരു 5 മാസമായിട്ട് മെൻസസ് ആയിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് അതിൻ്റെ ആദ്യത്തെ ഒരു ലക്ഷണം. മെൻസസ് ഏകദേശം അവർക്ക് നിന്നിട്ടുണ്ടാവും. മെൻസസ് നിൽക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ പ്രധാനമായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇതിനോടനുബന്ധിച്ച് കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ഇവർക്ക് ഇടയ്ക്കിടെ മൂത്രം ഒഴിക്കാനുള്ള ഒരു മൂത്രശങ്കയുണ്ടാവും. ഒഴിച്ചാലും വീണ്ടും പോകണം, ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റ് പോകണം, അങ്ങനെ ഒരു സെൻസേഷൻ, വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാനുള്ള ഒരു സെൻസേഷൻ. അതുപോലെ തന്നെ ഇവരുടെ മെറ്റബോളിസത്തിൽ തന്നെ ആകെ മാറ്റം, അവരുടെ ഒരു ശരീരത്തിൻ്റെ ഈ പ്രവർത്തനത്തിൽ ബോഡി മെറ്റബോളിസത്തിൽ മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടാവും. അത് കാരണം ഇവർക്ക് കാർഡിയാക് അസുഖങ്ങൾ കൂടാൻ, ഈസ്ട്രജൻ്റെ അളവൊക്കെ കുറയുമ്പോൾ ഇവർക്ക് ഹൃദയ രോഗങ്ങളും മറ്റുമൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഈ പ്രായങ്ങളിൽ ആർത്തവവിരാമം സംഭവിച്ച സ്ത്രീകളിലാണ് ബ്രസ്റ്റ് ക്യാൻസർ പോലെയുള്ള ക്യാൻസർ സാധ്യതയും വളരെ കൂടുതലായിട്ട് കാണാറുള്ളത്. അതുപോലെ തന്നെ അവരനുഭവിക്കുന്ന മറ്റൊരു വലിയൊരു ബുദ്ധിമുട്ടാണ് യോനിയിലുണ്ടാവുന്ന വരൾച്ച. അകാരണമായൊരു ഡ്രൈനസ് ആയിരിക്കും. അത് കാരണം അവർക്ക് അവിടെ ചൊറിച്ചിലും അവിടെ പൊട്ടാനും മറ്റുമൊക്കെയുള്ള സാധ്യത ഉണ്ടാവാറുണ്ട്. പല പേഷ്യൻസും ചിലപ്പോൾ ഈ ഒരു യോനിയിലെ വരൾച്ച കാരണമായിരിക്കും അവർക്ക് ഇവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാരണമായിരിക്കും ഇവർ വരിക. അപ്പോൾ നമ്മളത് അവരുടെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ഇവർക്ക് ഈ ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞ ഈ അകാരണമായ ചൂടൊക്കെ ശരീരത്തിൽ ഉണ്ടാവും. പക്ഷേ ചിലരൊന്നും അത് കാര്യമായിട്ട് കണക്കാക്കില്ല, അവരതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുത്ത് അങ്ങനെ പോകും. അതുപോലെ തന്നെ ഇവരുടെ യൂട്രസിന് ബലക്ഷയം സംഭവിച്ചത് കാരണം തന്നെ നമ്മളിപ്പോൾ ഈ മൂത്രശങ്ക പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും ഒക്കെ നമുക്ക് അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ചെയ്യേണ്ട വ്യായാമങ്ങളും മറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ ഇവർക്ക് കാണുന്ന മറ്റൊരു ലക്ഷണമാണ് ഇവരുടെ അടിവയറിന് ചുറ്റും കൊഴുപ്പ് കൂടാനുള്ള ഒരു അവസ്ഥ വരാറുണ്ട്. ഇവർക്ക് ലോവർ ബോഡിയിൽ ഫാറ്റ് കൂടുതലാവാനും തടി കൂടുന്നൊക്കെ ഒരവസ്ഥ കാണാറുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു നോർമലായിട്ടുള്ള ഒരു പ്രവർത്തനത്തിൽ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരു 50 വയസ്സാവുമ്പോഴായിരിക്കും ഇവരുടെ കുട്ടികൾ ഒരു അത്യാവശ്യം 10th സ്റ്റാൻഡേർഡും 12th സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞ് അവരവരുടെ ഉപരിപഠനത്തിനായി പലപ്പോഴും പുറത്തേക്ക് ഹോസ്റ്റലിലേക്കോ അല്ലെങ്കിൽ പുറത്തേക്കൊക്കെ മാറി താമസിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് പലപ്പോഴും ഒരു ഒറ്റപ്പെട്ട ഒരു ഫീലിംഗ് വരും. ഇതിനെ നമ്മൾ കോമൺ ആയിട്ട് മെഡിക്കലി പറയുന്നതാണ് എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. ഇവർക്ക് ഒറ്റക്കൊരു കൂട്ടിൽ അകപ്പെട്ട ഒരവസ്ഥ, ആരും അവർക്കൊരു താങ്ങായിട്ടോ തണലായിട്ടോ ഇല്ലാതെ ഇവർ ഭയങ്കരമായ ഒരു ഏകാന്തത അനുഭവിക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഇവരുടെ ഈസ്ട്രോജൻ അളവ് നമ്മൾ മുമ്പ് പറഞ്ഞു, അത് കുറയുന്നത് കൊണ്ട് തന്നെ ഇവരുടെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം വരുന്നതായിട്ട് കാണാറുണ്ട്. പലപ്പോഴും ഈ ആർത്രൈറ്റിസ് പോലെയുള്ള തേയ്മാനങ്ങളും മറ്റും മുട്ടുവേദനയും മറ്റും 40 വയസ്സ് കഴിഞ്ഞാലാണ്
അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ആ നോർമൽ ബോഡി പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകൾ മൂലം ഇവർക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് എല്ലുകളുടെ ബലക്ഷയം. ഈ സമയത്തായിരിക്കും ഇവർക്ക് മുട്ടുവേദനയും കൈകാല് വേദനയും ഒക്കെ കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവരുടെ ഈ ഒരു സിംറ്റം വരുന്നത് കൂടുതലായിട്ടും 45-55 വയസ്സിന് ഇടയിലാണ് നാച്ചുറലി ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം സംഭവിക്കുന്നത്. പിന്നെ ഇതിന് മുമ്പേയും 40 വയസ്സ് തൊട്ട് 45 വയസ്സിനിടയിലും ആർത്തവ വിരാമം സംഭവിക്കുന്നവരുണ്ട്. അത് പല പാരമ്പര്യ ഘടകങ്ങളും അവരുടെ നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ പാരൻസിൻ്റെയും മറ്റൊക്കെ നോക്കുമ്പം അങ്ങനെ ഒരു പാരമ്പര്യ ഘടകങ്ങളും കൂടി അതിനൊരു കോൺട്രിബ്യൂട്ടിങ് ഫാക്ടറായിട്ട് കാണാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഈ 40 വയസ്സിന് മുമ്പേ മെൻസസ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. അതായത് 30-35 വയസ്സിലൊക്കെ മെൻസസ് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇത് തീർച്ചയായിട്ടും ഒരു പ്രീമച്വർ മെനോപോസ് എന്ന് പറയാം. അത് സ്വാഭാവികമായിട്ട് നിൽക്കുന്ന ഒരു ആർത്തവിരാമം സംഭവിക്കുന്ന അവസ്ഥയല്ല, പ്രീമച്വറായിട്ട് മുമ്പേ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ ആ അവസരങ്ങളിൽ ഇവർക്ക് ഈസ്ട്രജൻ ഹോർമോൺ അത്ര ചെറുപ്രായത്തിൽ തന്നെ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എന്ന് പറയും. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ സിംറ്റം അനുഭവിക്കുന്ന ഈ ഉമ്മയ്ക്ക് അറിയേണ്ടത് നമ്മൾ എങ്ങനെ ഇതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ഒരുപാട് ഭക്ഷണത്തിൽ മാറ്റം കൊണ്ടുവരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് മാറ്റം വന്ന് കാണാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവസ്ഥ എങ്ങനെ പരിഹരിക്കാൻ നോക്കാം. ഈസ്ട്രജൻ ഹോർമോണിൻ്റെ അളവാണല്ലോ ഇവിടെ കുറയുന്നത്. അപ്പോൾ നമുക്ക് ഇവർക്ക് ഈസ്ട്രജൻ്റെ ഒരു സപ്ലിമെൻറ്റ് കൊടുക്കണം. അത് നമുക്ക് ഭക്ഷണത്തിലൂടെ എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഒരുപാട് ഭക്ഷണങ്ങളിൽ ഈസ്ട്രജൻ്റെ അതേപോലെ എഫക്റ്റ് കാണിക്കുന്ന ഭക്ഷണങ്ങളുണ്ട്. അത് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് സോയാബീനൊക്കെ പോലെയുള്ള സോയാ ചങ്ക്സും സോയാബീനൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അതുപോലെ തന്നെ എള്ള്, ഈത്തപ്പഴം ഇതൊക്കെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്കൊരു വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ചെറിയൊരു ഫുഡ് പറയുകയാണെങ്കിൽ നമുക്ക് ശർക്കരയും എള്ളും അവിലും തേങ്ങയും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു സ്നാക്ക് പോലെ ഒരു ഡെയിലി 2 നേരമൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത് ഇവർക്ക് വളരെ ഈ ഒരു ചൂടും പുകയും കാര്യങ്ങളൊക്കെ കുറയുന്നതായിട്ട് കാണാറുണ്ട്. ഇതുപോലെ തന്നെ ഇവർക്ക് നമുക്കൊരു ചെറിയൊരു മെഡിറ്റേഷൻ നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെഡിറ്റേഷൻ ഞാൻ പറയാം. അതായത് ഇവർ ഒരു ചെറിയ ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് വീട്ടിൽ ഒരു കാറ്റും വെളിച്ചം കിട്ടുന്ന നല്ല ഒരു എയറേഷനുള്ള ഒരു റൂമിലിരിക്കുക, അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഒരു ചെയറിട്ടിരിക്കുക. എന്നിട്ട് ജസ്റ്റ് കണ്ണടച്ച് കൈയും കാലൊക്കെ ഫുള്ളി റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ശരീരത്തിന് ഒരു ഭാരം ഫീൽ ചെയ്യാത്ത രീതിയിൽ ഇരിക്കുക. എന്നിട്ട് നമ്മൾ മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്യാം നമ്മൾ കാശ്മീരിലോ അതുപോലെയുള്ള നല്ല മഞ്ഞുള്ള കാനഡയിലോ അതുപോലെയുള്ള ഒരു സീന് നമ്മൾ ആദ്യം ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് പിന്നെ നമ്മൾ മനസ്സിൽ അതുപോലെ ഒന്ന് ഇമാജിൻ ചെയ്യാം. നമ്മൾ ആ ഒരു അത്രയും തണുപ്പുള്ള നല്ല മഞ്ഞുള്ള ഒരു സ്ഥലത്ത് ഇരിക്കുന്നതായിട്ട് നമ്മൾ മനസ്സിൽ അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്ത് കുറച്ച് നേരം നമ്മൾ പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാം. ബ്രീത്തിങ് എക്സസൈസ് നമുക്കറിയാം, ദീർഘമായിട്ട് നമ്മൾ ഉള്ളിലേക്ക് ശ്വാസം 3 സെക്കൻഡ് എടുത്ത് മെല്ലെ, ഇപ്പോൾ പ്രായമായ സ്ത്രീകൾക്കാണെങ്കിൽ ഇത് സെക്കൻഡൊക്കെ എണ്ണാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മെല്ലെ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക കണ്ണടച്ചിട്ട്. എന്നിട്ട് ഒരു 3 സെക്കൻഡ് കുറച്ച് നേരം അവിടെ അതൊന്ന് ശ്വാസം വിടാതെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് മെല്ലെ ശ്വാസം നമ്മൾ പുറത്തോട്ട് വിടാം. അങ്ങനെ ഒരു ചെറിയൊരു മെഡിറ്റേഷൻ ഇങ്ങനെ 10 പ്രാവശ്യം 20 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു തണുപ്പ് ഏരിയയിലാണ് ഇരിക്കുന്നതെന്ന് അങ്ങനെ ഒന്ന് ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്ക് നാച്ചുറലി നമ്മളെ ബോഡിയിലും നമുക്ക് ആ ഒരു നല്ലൊരു ഹോർമോണൽ പ്രൊഡക്ഷൻ ഉണ്ടായി നമുക്ക് ആ ഒരു കൂളിംഗ് എഫക്റ്റ് നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവർ കൂടുതലായിട്ട് സ്പൈസി ആയിട്ടുള്ള ചൂടുള്ള ഭക്ഷണങ്ങളും സ്പൈസി ആയിട്ടുള്ള എരിവ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ, അച്ചാർ അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവർ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതൊക്കെ ശരീരത്തിൻ്റെ ചൂട് വർദ്ധിപ്പിക്കാനും വിയർക്കാനും ഒക്കെ സാധ്യത കൂടുതൽ. അപ്പോൾ ഇവർക്ക് ഈ ഹോട്ട് ഫ്ലഷസ് ഈ സമയത്ത് കൂടും. പിന്നെ നമ്മൾ ഇവർക്ക് എല്ല് തേയ്മാനും മറ്റൊക്കെ വരുന്നത് കൊണ്ട് കാൽഷ്യം സപ്ലിമെൻറ്റ് ഇവർക്ക് ആവശ്യമായിരിക്കും. അപ്പോൾ കാൽഷ്യം ഉള്ള ഭക്ഷണങ്ങൾ പാല്, ബദാം അങ്ങനെ പിന്നെ പ്രോട്ടീനുള്ള ഭക്ഷണങ്ങൾ മുട്ട, ഇറച്ചി ഇതൊക്കെ നമ്മൾ ഫാറ്റിൻ്റെ അളവ് മാറ്റിയിട്ട് ലോ ഫാറ്റ് കണ്ടൻ്റ് ഉള്ള ഭക്ഷണങ്ങൾ ഇവർക്ക് കൂടുതലായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇവരോട് പറയാനുള്ളത് ഇതൊരു ജീവിതത്തിലൊരു സ്വാഭാവിക അവസ്ഥയാണ്. ഇത് ഓരോ സ്ത്രീയും അവരുടെ ഇപ്പോൾ ശൈശവം, കൗമാരം അങ്ങനെ വ്യത്യസ്ത പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് പോലെ തന്നെ ഒരു അവസ്ഥയാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത്. ഇതൊരിക്കലും നമ്മൾ ഒറ്റപ്പെട്ടെന്നോ നമ്മൾക്ക് ആരും ഇല്ലയെന്നൊന്നും ഫീൽ ചെയ്യേണ്ട ഒരു അവസ്ഥയല്ല. ഇവിടെ നമ്മൾ കുറച്ചുകൂടെ ആക്റ്റീവായിട്ട് നമ്മൾ മുമ്പോട്ട് വരണം എന്ന് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഞാനൊരു കഴിഞ്ഞ വീക്കിലൊരു പേപ്പർ വായിച്ചപ്പോൾ ഞാൻ കണ്ടെത്തിയത് റിട്ടയറായ സ്ത്രീകളായിരിക്കുമല്ലോ ഈ ഏജിൽ മിക്കവാറും ഉണ്ടാവും. അപ്പോൾ റിട്ടയറായ 3 സ്ത്രീകൾ അവർ ഓൾറെഡി ടീച്ചേഴ്സാണ്, KCBയിലൊക്കെ റിട്ടയർ അങ്ങനെ KCBയിലും പിന്നെ അങ്ങനെ 3 ഫീൽഡിൽ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് റിട്ടയർഡായ 3 ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ആ ഒരു റിട്ടയർമെൻറ്റ് ലൈഫ് അല്ലെങ്കിൽ ഈ മെനോപോസൽ ഏജ് അവരെങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് കേൾക്കാൻ നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അവർ
വീണ്ടും ഒരു മാസ്റ്റർ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് അവർ ജോയിൻ ചെയ്തിരിക്കുകയാണ് ഒരു കോളേജിൽ. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് ഇവർക്ക്. ഒരിക്കലും ഇവരുടെ ലൈഫ് അവസാനിച്ചോ അല്ലെങ്കിൽ ഇതോടുകൂടി കഴിഞ്ഞോ എന്നൊന്നും ചിന്തിക്കേണ്ടില്ല. അവർക്ക് ഇനിയും ഒരുപാട് സാധ്യതകളുണ്ട്. പുതിയ പഠനത്തിലേക്ക്, പുതിയ കൂട്ടുകെട്ടിലേക്ക്, അങ്ങനെ ഒരു രസകരമായ ജീവിതം ഇവർ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള സിംറ്റംസിനെ തീർച്ചയായിട്ടും മറികടക്കാൻ പറ്റും. ഇതിനോടൊപ്പം തന്നെ ഇതിൽ ഹോമിയോപ്പതി മെഡിസിൻ വളരെ എഫക്റ്റീവാണ് ഈ ചൂടും പുകയും അതുപോലെ തന്നെ അകാരണമായ വിയർപ്പും ഒക്കെ കുറയാനായിട്ട്. അപ്പോൾ ഇതുമായിട്ട് സംബന്ധിച്ച് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അതെങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്.